ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഭാരതീയ സംസ്കാരത്തിലെ അതിവിശിഷ്ടമായ മഹായാഗത്തിന് നിലമ്പൂരിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നു. 2024 മാർച്ച് 18 മുതൽ 22 വരെ നിലമ്പൂർ മയ്യംതാനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രാങ്കണത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂത്തേടം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസ് പടിക്കലിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം ഉളുപ്പില്ലാത്ത മനുഷ്യന് ഏതെന്ന് ഇന്ന് ചോദിച്ചാൽ അതിന് ഉത്തമ ഉദാഹരണമായി മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ നൗഫൽ മദാരി എന്ന വെള്ളയും വിട്ടു കിടക്കുന്ന സതീശൻ കഞ്ഞിക്കുഴി പോലുള്ള പ്രവർത്തനമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് യാതൊരു ഉറപ്പില്ലാത്ത പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഈ നാടിനകത്തുള്ള എല്ലാ സാധാരണക്കാരായ ജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതിലും വലിയ തമ്മാടിത്തം ഞാൻ കാണിക്കും എന്നിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് വെള്ളയും ഇട്ടുവന്ന് ഇങ്ങനെ നിറകെട്ടിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ തമ്മാടി കാണിക്കുന്നത് എന്ന് ഈ മാർച്ചിന്റെ ആമുഖമായി സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. നോക്കൂ, നിങ്ങൾ ഈ നാടിനകത്തുള്ള ജനങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനമാണിത്. പല്ലിടിച്ച് രാവിലെ തൊട്ട് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം പിടികൂടിയ സ്വർണ്ണക്കടത്ത് സംഭവത്തിൽ ഉൾപ്പെട്ട നൗഫൽ മദാരി ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന പദവിയിൽ നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മൂത്തേടം മേഖലാ പ്രസിഡന്റ് ടി കെ കബീർ അധ്യക്ഷത വഹിച്ചു. CPM എടക്കര ഏരിയ കമ്മിറ്റി അംഗം AT റെജി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീർ, PK ഷഫീഖ്, VY ജംഷീർ, ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടക്കര.